മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയ്ക്ക് പുതിയ മേൽനോട്ട സമിതിയെ നിയോഗിച്ച് കേന്ദ്രം. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അധ്യക്ഷനായ സമിതിയിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളംഗങ്ങളാണ്. കേരളത്തിന് നേട്ടമാണ് ഈ പുതിയ തീരുമാനം. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറുമെന്ന് കേന്ദ്ര ജല കമ്മീഷൻ നേരത്തെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ ഇടപെടൽ. നിലവിലുണ്ടായിരുന്ന മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി പിരിച്ചുവിടുകയും പുതിയ മേൽനോട്ട സമിതിക്ക് രൂപം നൽകുകയും ചെയ്തു. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ ചെയർമാനാണ് സമിതിയുടെ പുതിയ അധ്യക്ഷൻ. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികൾ ഉൾപ്പെടെ സമിതിയിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. പുതിയ സമിതി ഡാം തുടർച്ചയായി പരിശോധിക്കും. കാലവർഷത്തിനു മുൻപും കാലവർഷ സമയത്തും ഡാം സസൂക്ഷ്മം നിരീക്ഷിക്കും. സുരക്ഷ നിരീക്ഷിച്ച് ആവശ്യമായ നടപടികൾ നിർദ്ദേശിക്കുമെന്നും ആ നടപടികൾ തമിഴ്നാട് നടപ്പിലാക്കണമെന്നും ജലശക്തി മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. ഇരു സംസ്ഥാനങ്ങളുടെയും സഹകരണവും ഈ വിഷയത്തിൽ തേടിയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ കേരളം നിരന്തരം ആവശ്യപ്പെട്ട കാര്യമായിരുന്നു ഇത്. 24 ഡൽഹി.